നമസ്കാരം. കേരളത്തിൻ്റെ കൈത്തറി വസ്ത്ര നിർമ്മാണ രംഗത്ത് മലയാളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന കൈത്തറി വസ്ത്ര നിർമ്മാണത്തിലും പ്രത്യേകിച്ച് കസവ് വസ്ത്ര നിർമ്മാണത്തിലും പ്രശസ്തി ആർജിച്ച ഒരു വസ്ത്രനിർമ്മാണ വിപണന കേന്ദ്രമാണ് കസവ് കട. തലമുറകളായി കരവിരുത് കൈമാറി കസവ് കടയുടെ വസ്ത്രങ്ങൾ ഇന്ന് ഏവരുടെയും അംഗീകാരവും പ്രശംസയും പിടിച്ചുപറ്റിക്കഴിഞ്ഞു. ഇന്നത്തെ അംഗീകാരത്തിൻ്റെ മുദ്രകളിൽ കസവ് കടയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ സുശീലൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി വനജ സുശീലൻ, ശ്രീ നന്ദു, ശ്രീ ചന്തു എന്നിവരെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ സന്തോഷം. സ്വാഗതം. നമുക്ക് പൊന്നിൻ ചിങ്ങമാസമാണ്. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ തന്നെ കസവിൻ്റെ മാസമാണ്. വിവാഹം, അതുപോലെ തന്നെ മംഗളകരമായ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാനായിട്ട് തീർച്ചയായും കസവ് കടയുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ ചിങ്ങമാസം വരവേൽക്കുവാനായിട്ട് കസവ് കടയുടെ സജ്ജീകരണങ്ങൾ എത്രത്തോളം? ചിങ്ങമാസം വരവേൽക്കുക എന്ന് പറയുന്നത് തന്നെ ഈ കസവയെ സംബന്ധിച്ച് വിവാഹ മാസമാണ്. അപ്പോൾ അതിന് തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ മാസവും നമ്മൾ തയ്യാർ ചെയ്യുന്നു. അതോടൊപ്പം വിവാഹത്തിന് വേണ്ട സാധനങ്ങൾ നമ്മൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ്. അതിന് എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ ദിവസവും നെയ്തുകൊണ്ട് വരുന്നതാണ്. നമ്മുടെ ഈ കൈത്തറിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ബാലരാമപുരം പ്രദേശമാണ്. നമുക്ക് ജിയോഗ്രാഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 3 കൈത്തറി പ്രദേശങ്ങളാണുള്ളത്. അതായത് തൃശ്ശൂർ, എറണാകുളം പ്രദേശമായിട്ടുള്ള ചേന്ദമംഗലം, അതുപോലെ പാലക്കാടുള്ള കൂത്താമ്പള്ളി, ഏറ്റവും പ്രശസ്തമായ ഒരു ജിയോഗ്രാഫിക്കലായിട്ട് അറിയപ്പെടുന്നത് ബാലരാമപുരം കൈത്തറിയാണ്. എന്താണ് ഈ ബാലരാമപുരം കൈത്തറിയുടെ പെരുമ? സെറ്റുമുണ്ട്, സാരി, ഡബിൾ വേസ്റ്റിയാണ് ബാലരാമപുരം കൈത്തറി ഉൽപ്പാദിപ്പിക്കുന്ന സാധനം. ഇപ്പോൾ മോഡേണായിട്ട് ചുരിദാർ സെറ്റ്. ഇത് ചെയ്യുന്നത് മുളയച്ചിൽ നെയ്യുന്ന സാധനങ്ങളാണ് കൂടുതലും. എന്നുവെച്ചാൽ നമ്മൾ നെയ്ത്ത് കാണാൻ തുടങ്ങിയ മുതലുള്ള ലൂമ് ഉള്ളത് ഈ പ്രദേശങ്ങളിലാണ്. പെരിങ്ങമല, പൈറ്റുവിള പ്രദേശങ്ങളിലാണ് മുളയച്ച് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ മുളയച്ചിൽ നെയ്യുന്നതാണ് കസവ് തുണിത്തരങ്ങൾ. ആ കസവ് തുണിത്തരങ്ങളാണ് സെറ്റുമുണ്ടായാലും സാരി ആയിരുന്നാലും മുഹൂർത്തത്തിൽ നെയ്യുന്ന ഡബിൾ വേസ്റ്റ് സാരി സെറ്റ് കൊണ്ടെല്ലാം ഈ മുളയച്ചിലാണ്. എറിഞ്ഞു പിടിക്കുന്ന തറിയാണ് കുഴിത്തറി എന്ന്. അത് എന്ന് വെച്ചാൽ ഒരാൾ കുഴിക്കകത്തിരുന്ന് ഈ ചെറിയ ഓടമുണ്ട്, ഓടത്തിൽ എറിഞ്ഞു പിടിക്കുന്ന പഴയ നെയ്ത്ത് സമ്പ്രദായം. അതിൻ്റെ അച്ചെന്ന് പറയുന്നത് മുളയച്ച. ആ മുളയച്ചിൽ നെയ്യുന്ന വളരെ നേർമ നൂലുകൾ എന്ന് വെച്ചാൽ 120, 100 നൂലുകൾ ഉപയോഗിച്ചാണ് അതിൽ നെയ്യുന്നത്. 120, 100, 80 അതിൽ നെയ്യില്ല. അങ്ങനെ നെയ്ത് വരുന്ന സാധനങ്ങൾ കസവ് വെച്ച് നെയ്യുന്നതാണ്. ആ ലൂമാണ് ഈ നെയ്ത്തിൻ്റെ പ്രത്യേകത. അല്ല, ഈ ബാലരാമപുരം സാരി അല്ലെങ്കിൽ ബാലരാമപുരം ഇത്രയും നേർമ കസവ് നെയ്യുന്ന തുണിത്തരങ്ങളാണ് ബാലരാമപുരത്തിൻ്റെ പേരിൽ പ്രശസ്തിയാർജിക്കുന്നത്. തമ്പള്ളിയിലെ വ്യത്യാസം എന്താ? തമ്പള്ളി നെയ്യുന്നത് ജക്കാട് വെച്ചുള്ള നെയ്ത്താണ്. അവിടെ ഈ കസവിൻ്റെ ചെറിയൊന്നും അത് ഈ ആഫേൻ ചെറിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ തമിഴ്നാട് പ്രദേശങ്ങളിലുള്ള അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിൽ ഈ ഉണക്ക പാവല്ലേ, അതും ഈ ബാലരാമപുരത്തിൻ്റെ ബാലരാമപുരം ഈ ലൂമിൽ നെയ്യുന്നത്. അപ്പോൾ ബാലരാമപുരം നെയ്യുന്ന ഒരു പാവ് എന്ന് പറയുന്നത് കഞ്ഞി പശയിൽ നീളം കൂട്ടി, എന്നുവെച്ചാൽ വെളിയിൽ ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉള്ള സമയം, വെയിൽ വരുന്നതിന് മുമ്പ് എന്നുവെച്ചാൽ ഒരു 5 മണിക്ക് ഈ വെളിപ്രദേശത്തിട്ട് ഈ പാക്കളം എന്ന് പറയും. ആ പാക്കളത്തിൽ നൂത്ത് താരിച്ചിട്ടി അത് ഓടി പാവാക്കാനുള്ള റാട്ടിലിട്ട് ഓടിയിട്ട് കഞ്ഞിപ്പശ എന്ന് പറയുന്നത് അരിയുടെ പശ കൊണ്ട് നല്ലെണ്ണ ചാളിച്ച് എടുക്കുന്ന പാവാണ് ബാലരാമപുരം കൈത്തറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഈ മുളയച്ചിൽ നെയ്യുന്ന ലൂമിൽ നെയ്ത് വരുമ്പോൾ അത് ഏറ്റവും നേർമയുള്ള തുണിത്തരമായി കാണാൻ കഴിയാത്തത് ഇത്തരം പാവുകൾ ഉണക്കിയെടുക്കുന്ന സമ്പ്രദായം. ആ സമ്പ്രദായം ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പറഞ്ഞ കസവ് കട എന്ന് പറയുമ്പോൾ കസവിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണല്ലോ കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പം ഈ കസവ് നെയ്ത്തിൽ നമുക്ക് പിന്നെ എന്തെല്ലാം ഐറ്റംസാണ് ഇപ്പോൾ കസവ് കട നിർമ്മിച്ചുകൊണ്ട്? കല്യാണ പുടവയ്ക്ക് വേണ്ട കസവ്, അതിൽ തന്നെ ഒരു കലാരൂപങ്ങൾ
അതിൽ പല രൂപങ്ങൾ. ഇപ്പോൾ എന്ത് ഒരു കസ്റ്റമർ ഏത് ടൈപ്പിലുള്ള ഡിസൈൻ വെച്ച് നെയ്യണമെന്ന് പറഞ്ഞാലും ആ ഡിസൈൻ അവർ സങ്കല്പത്തിൽ അവർ വരച്ചു കൊണ്ടുവരുന്നതിനെ അതുപോലെ പകർത്തി നെയ്ത് കൊടുക്കുന്നതാണ് ഈ കസവയുടെ കസവ് ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകുന്നത്. ഈ കസവ് നെയ്യുന്നെന്ന് പറയുമ്പോഴത്തേക്ക് കസവിൽ 2-3 ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ക്വാളിറ്റി, ഹാഫ് ഫൈൻ, അങ്ങനെ. ഇത് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ വ്യത്യാസം? കസവ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് 1800 രൂപ വില വരുന്ന ഒരു തിരി ഒറിജിനൽ കസവ് 1800 രൂപയാണ് ഇന്ന് മാർക്കറ്റ്. ഈ സാധനമാണ് മുളയച്ചിലൂടെ ഇട്ട് നെയ്ത് വരുന്നത്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇത് മുറുക്ക് കാണും. ഇത് മുറുക്കുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് കയ്യിൽ നിൽക്കില്ല. ഇതിനെ ഈ സാധനത്തിനെ ഇത്രയും നേർമയായ സാധനം ബോർഡറിൽ നിർത്തി അത് നെയ്ത് എടുക്കുക എന്ന് പറയുന്നതാണ്. അതിൽ പ്യുവർ ജെറി എന്ന് പറയുന്നത് ഇതിന് ചുളുക്കുകളും. സാധാരണ എൻ്റെ മുണ്ടിൻ്റെ അറ്റത്ത് വരുമ്പോൾ തന്നെ അത് ഒരു മടങ്ങിയിരിക്കുന്ന ടൈപ്പാണ്. ഈ കസവിൽ തന്നെ കണ്ടല്ലോ, ഇതാണ്ട ചുളുങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഇത് സിൽവറും പട്ടുനൂലും സിൽവറും സ്വർണ്ണ കോട്ടിങ്ങുമാണ്. അതായത് 3 ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്. ഹാഫിൻ്റെ എങ്ങനെയാണ്? ഹാഫിൻ ഇതിൻ്റെ ഈ കളർ പിടിപ്പിക്കുന്നതാണ്. പോളിസ്റ്ററിൽ ഈ കളർ പിടിപ്പിക്കുന്നതാണ്. ഇത് ഹാഫിനാണ്. അതിൻ്റെ കട്ടിയുണ്ടോ? ചുളുങ്ങൂല. വെള്ളിയുടെ ഇത് ഒരുക്കി സ്വർണ്ണം അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വെള്ളി വിലയും സ്വർണ്ണ വിലയും സിൽക്കിൻ്റെ വിലയും മാർക്കറ്റ് ഉൽപ്പന്നത്തിൻ്റെ വിലയെ ആശ്രയിച്ചാണ് ഇതിൻ്റെ വില കൂടുന്നത്. അപ്പോൾ ഇതിൽ ഒറിജിനൽ കസവ് ഏതായിട്ട് വരും? ഇത് ഒറിജിനൽ കസവ്. അതിന് കസവിൻ്റെ നിറവും ഇതാണ് നോക്കണം. ഇതാണ് ഒറിജിനൽ കസവ്. നേരത്തെ കാണിച്ച ചുളുങ്ങുന്നത് ഇത് ഹാഫ് ഫൈൻ അല്ലേ? അല്ല, ഇത് ഒറിജിനൽ. ഇത് ഒറിജിനലാണ്. ഇത് കണ്ടോ, ഇത് കുറച്ച് കളർ. ഇത് ഹാഫ് ഫൈൻ, ഒരു ചെറിയ മങ്ങലല്ല, അതിന് കുറച്ച് കളർ കൂടുതലായിരിക്കും. ഇത് ഒരു കടയിൽ പോയിട്ട് ഒരു കസ്റ്റമർ ഇപ്പം ഇത് തിരഞ്ഞെടുക്കണം, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അത് ഒരു കസ്റ്റമറിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അതിന് ഒരൊറ്റ കാര്യമുള്ളൂ, വിശ്വാസമുള്ള കടകളിൽ നിന്ന് വാങ്ങുക എന്നുള്ളതല്ലാതെ അതിനൊരു ശരിയായ ഒരു നിർവചനം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. ഇതിനൊരു നല്ല ഡാർക്ക്, നല്ല കളർ കാണും, കട്ടി കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഇടയുടെ കട്ടി കൂടുതലുണ്ടല്ലോ, ഇത് കണ്ടല്ലോ, അതിൻ്റെ കട്ടി കൂടുതലാണ്. ആ കട്ടി ഈ തുണി കാണിക്കും, തുണിയിലുള്ള കസവിൽ കാണിക്കും. അതുണ്ടോ, ഇത് സർവ്വ കൈ ഇത് പരിക്കനായിരിക്കും, ഇത് വളരെ നേർമയായിരിക്കും. ഇങ്ങനെയൊക്കെ ഫസ്റ്റിൽ തിരിച്ചറിയാൻ കഴിയും. സൈഡൊക്കെ ചുളുങ്ങിയിരിക്കും. ഇത് ആണെങ്കിൽ പോലും പിന്നെ വിശ്വാസമുള്ള കടകൾ വാങ്ങുക വിശ്വാസമാണ്. ശ്രീമതി വനജ ഇതിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഈ ഡിസൈൻസിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ സജഷൻസ് ഒക്കെ പറയാറുണ്ട്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ഐഡിയാസ് ഒക്കെ എന്തൊക്കെയാണ് വന്നത്? പുതിയ ഡിസൈനുകൾ മാറി ചെയ്യുക. കസവില് ഈ മയില് അതൊക്കെ നോക്കാറുണ്ടോ? അപ്പോൾ കസവടയുടെ നല്ല ഐറ്റംസ് എന്ന് പറയുന്നത് വനജയുടെയും കൂടെ ഒരു സജഷൻസ് ഉൾക്കൊള്ളുന്നതാണ് അല്ലേ? ലൂബിളിച്ചൊന്നും മാറ്റാറുണ്ട്. ഈ കസവിൻ്റെ ഡിസൈൻസും മറ്റൊക്കെ ഈ ഇപ്പോഴത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിഫ്റ്റൊക്കെ നമുക്കിപ്പോൾ അവരിൽ നിന്നൊക്കെ ഫാഷൻസ് ഒക്കെ ഇങ്ങോട്ട് അവര് ട്രെയിനിങ് ആയിട്ട് നമ്മളെടുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവർ തന്നെ നിർദ്ദേശങ്ങൾ തരാറുണ്ട്. ആ നിർദ്ദേശങ്ങളും നമ്മൾ ട്രഡീഷണലായി ചെയ്യാനുള്ള മാറ്റങ്ങളിലൂടെ വെച്ചിട്ട് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. അവിടെ ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികൾ ഇവിടെ വരാറുണ്ട്. നന്ദു ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ്. എറണാകുളം കസവ് കടയുടെ മേൽനോട്ടം ഇപ്പോൾ വഹിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് അവിടുത്തെ ട്രെൻഡ്? എങ്ങനെയാണ് പൊതുവെ കസവിനോടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൈത്തറി തുണിത്തരങ്ങളിലുള്ള താല്പര്യം എങ്ങനെയാണ്? കേരളത്തിലുടനീളം നോക്കുമ്പോൾ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ കസവിൻ്റെ, അതായത് നല്ല കസവിൻ്റെ സാരിയായാലും സെറ്റുമുണ്ടായാലും ആൾക്കാർക്ക് ഒരു ഭ്രമം കൂടുതൽ, അവർക്ക് ഒരു വാങ്ങാനുള്ള പാഷൻ. എത്ര വിലയായാലും അതിന് വില അവർക്കല്ല, പക്ഷെ അവർക്കൊരു ഡിഫറൻറ്റ് എന്താണ്, ആ ട്രഡീഷണലിൽ എന്താണ് ഡിഫറൻ്റ് ആയിട്ട് വാങ്ങാൻ കഴിയുന്നത്, അതാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ അത് കസവടയ്ക്ക് അത് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും അല്ലെങ്കിൽ
ഓരോ മാസവും വരുന്ന എന്താണ് പുതിയത് വരുന്നത് അത് അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞു എന്ത് പുതിയത് വന്നാലും ഞങ്ങൾ അറിയിക്കണം, ഞാൻ വന്ന് എടുത്തോളാം. അങ്ങനെ ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് എറണാകുളം തന്നെ കസ്റ്റമർ മൊത്തത്തിലുണ്ട്. എന്നാലും എറണാകുളത്ത് അതിന്റെ ഒരു ട്രെൻഡ് കൂടുതലാണ്. പിന്നെ ഈ യങ്സ്റ്റേഴ്സ് ഇപ്പം പെൺകുട്ടികളുണ്ടല്ലോ, അവർ ഈ സാരി ഇങ്ങനത്തെ ഉള്ള ഐറ്റംസിലാണോ ചുരിദാറിലാണോ അവർക്ക് കൂടുതൽ താല്പര്യം? അല്ല, ഇപ്പോ സാരിയും ചുരിദാറും ഒരേപോലെ തന്നെയാണ്. സാരി അവർക്ക് പണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഇതുമാതിരിയുള്ള സാരീസ് ആണ് അവർക്കിപ്പം കുറച്ചെന്തെങ്കിലും ഡിസൈൻസ്, മുന്താണി ഡിസൈൻസ്, പെയിന്റിങ്സ്, അങ്ങനെയുള്ള ട്രെൻഡ്സ് ആണ് ഇപ്പോഴുള്ള. അവർക്ക് എന്തെങ്കിലും പെയിന്റിങ്സ് വേണം. അതൊരു റീസെന്റ് ട്രെൻഡാണ് പെയിന്റിങ് വരിക, അല്ലെങ്കിൽ ഡിസൈൻ, മുന്താണി ഡിസൈൻ വരിക. പിന്നെ ഒരു പുതിയ നമ്മളെ പുതിയ വെറൈറ്റി ടിഷ്യൂ സാരി എന്ന് പറയുന്നത്, അത് കാണുമ്പോൾ അതിന്റെ ഒരു ഷൈനിങ്, ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ട്രെൻഡ് വരുമ്പോൾ ടിഷ്യൂലോട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇപ്പോഴൊരു റീസെന്റ് ട്രെൻഡാണ് ടിഷ്യൂ സാരി ഒരു ട്രെൻഡാണ്. അത് സെറ്റും ഉണ്ടായതാണ്. ചുരിദാറും നമ്മൾ തന്നെയാണ് ചുരിദാർ ആദ്യമായി ട്രഡീഷണൽ ചുരിദാർ നമ്മൾ Y2K ചുരിദാർ കസോടെയാണ് അത് 2000 Y2K ചുരിദാറാണ്. അപ്പൊ അത് അന്ന് അതിന്റെ ഒരു വേറൊരു മോഡായിരുന്നു. ഇപ്പൊ ട്രഡീഷണൽ ചുരിദാർ തന്നെയല്ല, അപ്പൊ അത് ഡിസൈൻ ഉള്ളത് ട്രഡീഷണൽ ആയിട്ട് മാത്രമുള്ള കസവ് മാത്രമുള്ള ചുരിദാർ, അതിലും പെയിന്റിങ്സ്, അങ്ങനെയുള്ള ബ്ലോക്ക് പ്രിന്റ്സ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്നത്. പിന്നെ മുണ്ടായാലും പണ്ട് വന്നിട്ട് സാധാരണ കസവുമുണ്ട്, കരയും മാത്രമായിട്ടുള്ള മുണ്ട്, അങ്ങനെയാണ്. ഇപ്പൊ അതിലും ഡിസൈനുകളാണ് ആൾക്കാർക്ക് ആവശ്യം, വീതിക്കരായിട്ടുള്ള ഡിസൈനുകൾ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഈ എറണാകുളത്തെയാണ് ചന്തു പറഞ്ഞത്. മറ്റേ ഇപ്പം നമുക്ക് കോഴിക്കോടുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ ഉള്ളത്, കോട്ടയം, തലശ്ശേരി, കോട്ടയമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു താല്പര്യം? കോഴിക്കോടും തലശ്ശേരിയും ഏറ്റവും കൂടുതൽ താല്പര്യം മുണ്ടിനോടാണ്. മുണ്ട് എന്ന് പറയുന്നത്, മുണ്ടിൽ എപ്പോഴും വ്യത്യസ്ത കരകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കണം. മുണ്ടിന് ഷർട്ടിന് മാച്ച് ചെയ്യുന്ന കരകളുള്ള മുണ്ടുകൾ, ഷർട്ട്, ഇതൊക്കെ അവർക്ക് ശ്രമമാണ്. പിന്നെ സാരി, സെറ്റ് മുണ്ട്, എന്നാലും മുണ്ട് ഏറ്റവും കൂടുതൽ. അത് വ്യത്യസ്ത കളറുകളായിരിക്കണം, ബോർഡർ കളറായിരിക്കണം, നല്ല നല്ല ഷൈനായിരിക്കണം. കളർ മാറി വരണം, അതിൻ്റെ കരയിൽ മാറ്റം വരുത്തണം. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കണം. സ്ഥിരമായി എന്നുവെച്ചാൽ ഒരു 365 ദിവസവും പുതിയ മുണ്ട് കൊടുക്കുന്ന കസ്റ്റമറുണ്ട്. അപ്പോൾ 365 ദിവസത്തേക്ക് 365 വെറൈറ്റി സാധനം വേണം. അങ്ങനെ ഉള്ള കസ്റ്റമറുണ്ട്. അതുപോലെ ഈ സ്ത്രീകൾക്കുള്ള സെറ്റുമുണ്ട്. നമുക്ക് ഈ തിരുവനന്തപുരത്താണ് ഈ ഡബിൾ അല്ലേ? മറ്റുള്ളിടത്തൊക്കെ തിരുവനന്തപുരത്ത് ഇപ്പോൾ സിംഗിൾ ആയി തുടങ്ങി. സെറ്റുമുണ്ട് ഇത് തന്നെയാണ്. കരകൾ പ്രത്യേകത ഉണ്ടായിരിക്കണം, കരകളുണ്ടായിരിക്കണം. കരകളിലെ വെറൈറ്റി ഒരു ചേഞ്ച് ചെയ്യാനുള്ള. ഈ പ്രധാനമായിട്ടും ഇപ്പോഴും ഈ കസവിന്റെ വിവിധ ഐറ്റംസ് ഉണ്ട്, വിവിധ ഡിസൈൻസ് ഉണ്ട്. സാരി തന്നെ വില കൂടിയ എത്ര രൂപയുടെ ഏറ്റവും കൂടുതൽ? 75,000 1 ലക്ഷം രൂപ അകത്തുള്ള സാരികൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യമൊക്കെ കൊടുക്കുള്ളായിരിക്കും ഈ വിവാഹത്തിനും ഒക്കെ അല്ലേ? അപ്പൊ ഇതെങ്ങനെ നമുക്ക് സൂക്ഷിക്കാനുള്ള സംവിധാനത്താണ്? അത് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ടൈറ്റനിങ് കൊടുക്കുന്നതാണ് സാധാരണ ചില ആളുകൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ ബില്ല് തന്നെ പറയുന്നു, ടൈറ്റനിങ് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ സാധനമാണ് നൂലെന്ന് പറയുന്നത്. ഇത് ഞാൻ കസവ് കാണിച്ചു. കസവ് എന്ന് പറയുന്നത് സിൽവറും സ്വർണവും എല്ലാം ചേരുന്ന വളരെ നേർമയായ ഒരു സാധനമാണ്. അത് ശരിക്കും നമ്മൾ പഴയ രീതിയിൽ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ സാധനത്തിന് വർഷങ്ങളോളം ഇന്നും അമ്മമാരുടെ കയ്യിൽ അന്നത്തെ വിവാഹ സാധനങ്ങൾ കേടുകൂടാതിരിക്കാൻ കാരണം അവരിത് വെളിയിൽ കൊടുത്ത് കഴിയില്ല. പഴയ ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ച് അവർ എന്തെങ്കിലും ഇടുവോ? ഒന്നും ഇടില്ല, ഒന്നും ഇടേണ്ട കാര്യമില്ല. നമ്മൾ ഈ സാധനം വീട്ടിൽ തന്നെ കഴുകി സോപ്പിട്ട്, സാധാരണ സോപ്പിട്ട് സുന്ദരമായി കഴുകി അഴുക്ക് കളഞ്ഞിട്ട് ഈ നമ്മളെ അശയുണ്ടല്ലോ അതിനെ നിവർത്തി വിരിക്കുക. കഴുകി കഴിഞ്ഞിട്ട് കഞ്ഞി വെള്ളത്തിൻ്റെ പശയുണ്ട്, വേറെ ഒരു കൃത്രിമം ഒന്നും ചേർക്കേണ്ടതില്ല. ആ പശ മുക്കുമ്പോൾ ഈ കോട്ടൺ അല്ലേ, ഇതിന് ശക്തി കിട്ടും. ആ കഞ്ഞി മുക്കിയതിന് ശേഷം വെയിലത്ത് ശരിക്കും നിവർത്തി. വെയിൽ കൊള്ളാമോ? വെയിൽ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നന്നായിട്ട് വെയിൽ ഉണക്കി അയൺ ചെയ്ത് ഈ അയൺ ചെയ്യുമ്പോൾ എന്തൊക്കെ സൂക്ഷിക്കണം? ഒന്നും സൂക്ഷിക്കണ്ട. അയൺ ചെയ്ത് ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ രീതിയിൽ അയൺ ചെയ്താൽ ഒരു കുഴപ്പമില്ല. അയൺ ചെയ്ത് ശരിയായ രീതിയിൽ മടക്കി സൂക്ഷിച്ചാൽ എത്ര 100 വർഷമായി ഇന്നലെ സാഹചര്യം. അതാണ് അതിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഈ ഇത് പറയുമ്പോഴാണ് പിന്നെ ഒന്നുള്ളത്, നമ്മളെ ഈ വിവാഹത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വില കൂടിയ പുടവുകളും ഇതുമൊക്കെ എടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കസവ് കട ഇപ്പം വിവാഹം കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ മംഗല്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
കസവ് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് കസവ് കടയെ സമീപിക്കുക, എന്തെല്ലാം സംവിധാനമാണ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ വിവാഹത്തിന് വേണ്ടിയിട്ട് ആവശ്യക്കാർ ധാരാളം കാണും. അപ്പോൾ കസവ് കട വിവിധ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ അവർ എങ്ങനെ നിങ്ങളെ സമീപിക്കണം, എന്താണ് ചെയ്യുന്നത്? അവരുടെ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടാവും, എന്താണ് മകൾക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡിസൈൻ. ആ ഡിസൈൻ നമ്മളോട് വന്ന് പറയും. പലതും നമ്മളെ സാരികൾ നോക്കിയതിന് ശേഷം അവരുടെ മനസ്സിലിരിക്കുന്ന അതിന് വേറിട്ട ഒരു സാധനമാണെങ്കിൽ അത് വരച്ചോ പറഞ്ഞോ നമുക്ക് തരും. അതനുസരിച്ചുള്ള ഡിസൈൻ നമ്മൾ തയ്യാർ ചെയ്ത് ഓർഡർ എടുക്കും. ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈൻ്റെ അളവ് എങ്ങനെയാണോ ഡിസൈൻ, ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് തീരേണ്ട ഡിസൈൻ ആയിരിക്കും, ചിലപ്പോൾ 20 ദിവസം എടുക്കും, ചിലപ്പോൾ 30 ദിവസം എടുക്കും. അത്രയും ദിവസം അവരുടെ ദിവസം എന്താണോ വേണ്ടത് അതിന് മുൻകൂട്ടി ഓർഡർ എടുത്ത് നമ്മൾ നെയ്ത്തുകാരന് കൊടുത്ത് ഇത് വിവാഹത്തിന് നെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ മുഹൂർത്ത ചടങ്ങിന് ചെയ്യുന്ന പരിശുദ്ധിയോടുകൂടിയാണ് ആ സാധനം ചെയ്യുന്നത്. അത് അവർ തരുന്ന അതിൻ്റെ ഡിസൈൻ വർക്കിനെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തീരുന്നതാണ്, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തീരുന്നതാണ്, ചിലപ്പോൾ 45 ദിവസം. അത്രയും ഓൺലൈൻ ഓർഡറും നമ്മൾ ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട്, ഡിസൈൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് അവരുടേതായ വെറൈറ്റി അവർ നിർദ്ദേശിക്കും. അതൊക്കെ നോക്കുന്ന മകനാണ്, നന്ദുവാണ്. ഈ ചന്തുവിന് എന്താണ് ഇതിൽ റോൾ? കടയിലെ പരസ്യങ്ങളൊക്കെ നോക്കാറുണ്ടല്ലേ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ നെയ്ത്തുകാർക്ക് ദേശീയ സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ നെയ്ത്തുകാരുടെ ഈ നെയ്യുന്ന പ്രത്യേകതയില്ല. ആ നെയ്ത്തുകാരൻ ശരിയായി നല്ല നെയ്ത്തുകാർ കലാകാരന്മാരാണ്. അവർ ശരിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും ഏത് ഡിസൈൻ പറഞ്ഞാലും ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, അവരതിനെ തുണിയ പകർത്തി തരും. അതാണ് അവരുടെ എന്നുവെച്ചാൽ ശരിക്കൊരു ഒരു ഒരു കലാകാരൻ്റെ കലാകാരനാണ്, അതല്ല വെറും നെയ്ത്തുകാരനായിട്ട് ആർട്ട് വർക്ക്. അതെ എല്ലാം മയില പല ഡിസൈനുണ്ട്. നമ്മുടെ ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് കേരളത്തിലാണ് മിക്കവാറും ഈ അവാർഡ് കിട്ടാറുള്ളത്, നെയ്ത്തുകാർക്കുള്ള അവാർഡ്. എന്താണ് ഈ മറ്റുള്ള സ്റ്റേറ്റിൽ നമ്മളെ നെയ്ത്തുകാർക്കുള്ള ഈ നെയ്ത്തിലുള്ള വ്യത്യാസം? നമ്മളെ നെയ്ത്തിൻ്റെ ബാലവരം എന്ന് പറയുന്ന ഈ പെരിങ്ങമല പയറ്റുള്ള പ്രദേശത്തുള്ള നെയ്ത്തുകാരെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കസവ് തരം നെയ്യുന്ന നെയ്ത്തുകാർ. ഈ പഴയ ലൂമിൽ കുഴിത്തറിയിൽ എന്ന് വെച്ചാൽ മുളയച്ചിൽ നെയ്യുന്ന ലൂമുള്ളത് ഈ പെരിങ്ങമലയും പയറ്റുവിളയും പ്രദേശത്താണ്. ഈ 2 സ്ഥലത്തേ ഉള്ളൂ. അവിടെയാണ് ഈ കസവിൻ്റെ ഐറ്റം നെയ്യുന്നത്, കസവിൻ്റെ ഡിസൈൻ വർക്കുള്ള സാരി ചെയ്യുന്നത്. അത് ആ ഡിസൈൻ വർക്കിനാണ് ഈ അവാർഡ്. പിന്നെ ഒന്ന്, നമ്മളെ ഇവിടെ നെയ്യുന്ന സാധനം 2 സൈഡ് ഒരേപോലെ ഇരിക്കും, അകവും പുറവും കാണില്ല. ഈ അകത്തുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പുറത്തും കാണുന്നത്. ഇത് ഇവിടുത്തെ നെയ്ത്തിന് മാത്രമേ കാണുള്ളൂ, വേറൊരു സ്ഥലത്തും കാണില്ല. കേരളത്തിലെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കാണില്ല. ഈ 2 സൈഡ് ഒരേപോലെ ഡിസൈൻ വരുന്നത് വേറെ ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും ഈ പെരിങ്ങമല പയറ്റുള്ള പ്രദേശത്തിൻ്റെ നെയ്ത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രദേശമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു നെയ്ത്തുകാരുള്ള ഏരിയ. അതുപോലെ പിന്നെ ധാരാളം ഇതിപ്പോൾ അന്താരാഷ്ട്ര വിപണിയൊക്കെ ഇപ്പം ഈ നമ്മളെ നെയ്ത്തിൻ്റെ താല്പര്യം കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് അവിടെ നിന്നുള്ള ഓർഡറൊക്കെ വരും. അവർക്ക് ഏറ്റവും വേണ്ടത് നമ്മളെ കേരള ട്രഡീഷണൽ ഐറ്റംസിനോ നമ്മൾ ഈ ആഭ്യന്തര വിപണി തന്നെ നമുക്ക് ഇന്നുള്ള വിൽപ്പനയുടെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയും നമുക്ക് ഇവിടെ ചെയ്തു തീർക്കാൻ. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇപ്പം തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ ഹാൻഡ്ലൂം പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ധാരാളം വ്യാജ കൈത്തറികൾ ഇവിടെ ഇന്ന് പ്രവേശിച്ചിട്ടുണ്ട്. അതായത് കൈത്തറിയും ഹാൻഡ്ലൂമിനെയും തോപ്പിക്കുന്ന തരത്തിലുള്ള പവർലൂം പ്രോഡക്ട്സ് ആണ് ഇന്ന് കമ്പോളത്തിൽ കിട്ടുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഉപഭോക്താക്കൾ പാവങ്ങളാണ്, അവർക്കിതറിയില്ല. ഈ വില കൊടുത്തിട്ട് പവർലൂം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇതെങ്ങനെ കസ്റ്റമറിന് നമുക്ക് തിരിച്ചറിയാം? ഒരു പ്രാവശ്യം ചെന്ന് വാങ്ങുന്ന ഒരാളിന് കൈത്തറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന ആളിന് മാത്രമേ ഇത് പറ്റിക്കാൻ കഴിയുള്ളൂ. സ്ഥിരമായി കൈത്തറി ഉപയോഗിക്കുന്ന ഒരാളെയും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് മറ്റതെന്ന് പറയുന്നത് മറ്റത് ശരിക്കും തിരിച്ചറിയാൻ കഴിയും. കാര്യം ഇത് ഒരു കട്ടി കൂടുതലാണ്, അതിന് പശ കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഈ ഹാൻഡ്ലൂമിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ ഈ നമ്മൾ ഈ മുള്ള് ടെമ്പറിന് വേണ്ടി നെയ്യുമ്പോൾ തന്നെ അത് കുത്തിയ
വരിക്കുകയാണ് ഈ side. ഈ സൈഡിലേക്കാണ്. പിന്നെ ഈ ഹാൻഡ്ലൂം മാർക്കൊക്കെ കൊടുക്കാം. ഹാൻഡ്ലൂം മാർക്ക് അതിപ്പോ ലാഭമായിട്ടുണ്ടോ? അത് ശരിക്കും വ്യാപകമായിട്ടുണ്ട്. നമ്മളെല്ലാ കൈത്തറി എല്ലാ തുണികളിലും നമ്മൾ ഹാൻഡ്ലൂം മാർക്ക് അടിച്ചാണ് കൊടുക്കുന്നത്. ഹാൻഡ്ലൂം മാർക്കുണ്ട്. ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് ഈ പാരമ്പര്യത്തിന്റെ പിൻബലം വേണമെന്നുണ്ട്. തീർച്ചയായും ഈ പാരമ്പര്യമാണ് അവർ ഇഷ്ടപ്പെടുന്നത്, കസ്റ്റമർ ഇഷ്ടപ്പെടുന്നത് പാരമ്പര്യമായി വരുന്ന സാധനങ്ങളാണ്. അതാണ് കേരളത്തിൻ്റെ തനതായ വസ്ത്രം എന്ന് പറയുന്നത്. ഈ കൈത്തറി, ഈ കസവ് മുണ്ട്, സാരി, സെറ്റുമുണ്ട്, കസവില്ലാത്ത തന്നെ സെറ്റുമുണ്ട്, സാരി, ഇതെല്ലാമാണ് കേരളത്തിൻ്റെതായ ഒരു തനത് ഉൽപ്പന്നമെന്ന്. ഇനി ഇവിടെ പോയാലും ശരി, ഇനി എന്തൊക്കെ പ്രൊഡക്ഷൻ ഇവിടെ നടത്തിയാലും ശരി, പാരമ്പര്യം തന്നെയാണ്. പാരമ്പര്യം നെയ്ത്തുകാർക്കും അതുണ്ട്, ആ നെയ്ത്തുകാർക്കും ഉണ്ട്. അത് ആ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ ഇതിൽ തന്നെയാണ് ഇതിന് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ കസവടയുടെ ഔദ്യോഗിക രംഗത്തെ നന്ദു പ്രവേശിക്കുന്ന ഈ അടുത്ത കാലത്താണ്. അതെ. ബിസിനസ്സിലെ അച്ഛൻ്റെ ഇതെല്ലാം കണ്ടുപഠിച്ചാണല്ലോ ഇതിലോട്ട് വന്നത്. അപ്പൊ ഇതിൽ പ്രവേശിച്ചപ്പോഴേ മനസ്സിൽ എന്തെല്ലാം ഐഡിയാസ് ആണ് ഉണ്ടായത്? നമ്മളെപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കച്ചവടമാണ് കസവടയുടെ കച്ചവടം. അതെപ്പോഴും ട്രഡീഷണൽ തന്നെയാണ്. എന്നാൽ കൂടി ആ ട്രഡീഷണൽ വാല്യൂവിന് നേരത്തെ സാറ് പറഞ്ഞുകൊണ്ട് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കൊണ്ടുവരിക. പുറത്ത് ഇപ്പോൾ ഇന്ത്യ തൊട്ടല്ല വേൾഡ് എവിടെ നോക്കിയാലും ഒരു മലയാളി ഇല്ലാത്ത ലോകം ഇല്ല എന്ന് പറയുന്ന കാലമാണ്. അപ്പോൾ അവർക്കൊരു കല്യാണം വന്നാലും ഒരു എന്ത് വിശേഷം വന്നാലും അവർ ആദ്യം ആലോചിക്കുന്ന ഒരു ട്രഡീഷണൽ ഡ്രസ്സിങ്ങിനെ കുറിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ എത്തിക്കുമ്പോൾ അവരുടെ മനസ്സിന് ആദ്യം കസവടയെ കൊണ്ടുവരിക. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ ഓൺലൈൻ രംഗത്തോട്ട് എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ സെക്ടറിൽ എല്ലാവർക്കും വെബ്സൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ട്രഡീഷണൽ സെക്ടറിൽ ഓൺലൈൻ മാർക്കറ്റിംഗ്, ഓൺലൈൻ വെബ്സൈറ്റിലൂടെ കച്ചവടം ചെയ്യുന്നത് കസവടം മാത്രമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വെബ്സൈറ്റുകളുണ്ട്, പക്ഷേ ഓൺലൈനായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ ചെയ്തതാണ്. അതിൻ്റെ പാഷൻ എന്താ? പാഷൻ മീൻസ് എന്താ പറയുക, കസവടയുടെ ഉയർച്ച അതൊരു എപ്പോഴുള്ള പാഷൻ. വിഷൻ ലോകമെമ്പാടും കസവട എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വിഷനാണ്. അത് അച്ഛൻ്റെ ഒരു വിഷൻ തന്നെയാണ്. അച്ഛൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ കേരളം ഒട്ടാകെ ഒരു ചെയിൻ സ്റ്റോഴ്സ് എന്നുള്ളത് അച്ഛൻ്റെ ഒരു കൺസെപ്റ്റാണ്. നമ്മൾ മൊത്തം 8 ബ്രാഞ്ച് ഇപ്പോൾ ഉണ്ടെങ്കിലും അത് ഏത് ജില്ലയിൽ ചെന്നാലും കസവട അവിടെ കാണുക എന്നൊരു അച്ഛൻ്റെ ഒരു വിഷനുണ്ട്. അത് കുറെ കൂടെ എബ്രോഡ് ചെയ്ത് ലോകമെമ്പാടും അതിപ്പോൾ ഒരു സ്റ്റോറായിട്ട് തന്നെ വേണമെന്ന് ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ ഒരു തലത്തിൽ അങ്ങനെ ഒരു സ്റ്റോർ നമുക്ക് അവിടെ വേണ്ട. നമുക്കൊരു വിർച്വൽ സ്റ്റോർ മീൻസ് ഒരു സ്റ്റോറിന്റെ ഒരു കൺസെപ്റ്റ് മതി. നമുക്ക് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാം. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്നാണ്. അപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇപ്പോഴത്തെ സൗകര്യങ്ങളും മറ്റൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആത്മധൈര്യം കൊണ്ട് മാത്രം ഈ പാതയിലൂടെ വെട്ടിത്തെളിച്ച് മുന്നേറിയ ഒരാളാണ് താങ്കളുടെ അച്ഛൻ. കസവുകട എന്നുള്ള ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ അച്ഛനെ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ വിലയിരുത്തും? അച്ഛന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹാർഡ് വർക്കിംഗ് ആണ്. ഹാർഡ് വർക്കിംഗ് എന്നൊരു വാക്കുകൊണ്ട് തീരില്ല. ഇപ്പൊ നമ്മളൊക്കെ അത് അച്ഛൻ നമുക്ക് എപ്പോഴും പറഞ്ഞതാണ്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു കുറവായിട്ടും എല്ലാം പറയുന്നത് നമ്മളത് എല്ലാ യങ്സ്റ്റേഴ്സും നമ്മളൊരു കാര്യം ചെയ്താൽ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും അത് ഡെഡിക്കേറ്റഡ് ചെയ്യും. അതേസമയം പാരലായിട്ട് വേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കസവട നടക്കുന്ന സമയത്ത് അച്ഛൻ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ബാക്കി പല കുടുംബത്തിന്റെ കാര്യം അതിനായി നോക്കാറുണ്ട്. അപ്പോൾ പല വഴിയിലൂടെയും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ റിലാക്സേഷൻ ടൈമിൽ റിലാക്സ് ചെയ്യാറുണ്ട്, എല്ലാ TV കാണാറുണ്ട്, ഇത് നമ്മളായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. ഒരു MBA വേണ്ട. അദ്ദേഹം പറയുന്നത് വേണ്ട. എന്ത് MBA അവർ MBA ഇല്ലാതാണ് ഈ തലത്തിലെത്തിയത്. നമ്മൾ അത്ര MBA ഞാൻ MBA ചെയ്തിട്ടാണ്. അപ്പൊ അച്ഛനിൽ നിന്ന് കിട്ടിയ ഉപദേശം എന്താ? നേരത്തെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെപ്പോഴും സത്യസന്ധമായി കച്ചവടം ചെയ്യുക, ആരെയും പറ്റിക്കരുത്. നമുക്ക് പറ്റിച്ചിട്ട് ഒരു നിലനിൽപ്പില്ല. ദൈവത്തിൽ വിശ്വസിച്ച് ചെയ്യുക. നമ്മളെല്ലാവരും ദൈവവിശ്വാസികൾ. എപ്പോഴും ദൈവത്തെ മറന്നുകൊണ്ട് ചെയ്യുക. ദൈവത്തെ മറക്കുമ്പോൾ നമ്മൾ സത്യത്തെയും മറക്കുന്നതിന് തുല്യമാണ്. ഇപ്പം കസവുകട ഇപ്പം 2013 എത്തുമ്പോഴത്തേക്ക് 25 വർഷം പിന്നിടുകയാണ്. ഇത്തരം ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കാനായിട്ട് എന്തെല്ലാം കഠിനാധ്വാനമാണ്. അപ്പം നല്ല ഉൽപ്പന്നം ആളുകൾ അറിഞ്ഞ് വന്നു. അത് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ അത് ശരിക്ക് കസവടയെ കുറിച്ച് ആളുകൾ അറിയാൻ തുടങ്ങി. നല്ല ഉൽപ്പന്നമാണ് അവിടുത്തെ നിന്ന് അറിയാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോഴിക്കോട് ഓരോ ഷോപ്പുകളായി തുടങ്ങുന്നു. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ശരിയായ രീതിയിൽ നമ്മൾ ഈ പരമ്പരാഗത വ്യവസായത്തിനെ ഒരു പരസ്യത്തിലൂടെ കസ്റ്റമറുടെ എത്തിച്ച് പുതിയ തരംഗം, പുതിയ ഉൽപ്പന്നം, ഇതൊരു പുതിയ വെറൈറ്റിയാണ്, ഇതൊരു ഫാഷൻ വസ്ത്രമാണ് എന്ന് എത്തിച്ചപ്പോൾ കസവടയും അതോടൊപ്പം ഫ്യൂച്ചർ പ്ലാൻസ് നമുക്കിപ്പോൾ 8 ഷോപ്പാണുള്ളത്.
അവിടെ നല്ല പ്രോഡക്റ്റ് നല്ലതായിട്ട് പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് വീവേഴ്സ് മാസ്റ്റർ നല്ല വീവേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനൊരു ട്രെയിനിങ് സ്കൂൾ വീവറെ നമ്മുടേതായ കസോടയുടെ കീഴിൽ നല്ല ഐഡിയ ഒരു ട്രെയിനിങ് സ്കൂൾ തുടങ്ങി പഠിപ്പിക്കുക. അത് ശരിയായ രീതിയിൽ നമ്മളെ ഉൽപ്പന്നങ്ങൾ കലാപരമായി ചെയ്തെടുത്ത് അവർ കൂടുതൽ നെയ്ത്തുകാരെ ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ മോൻ പറഞ്ഞതുപോലെ വിദേശത്തും എല്ലാ സ്ഥലത്തും ഈ കസവടയുടെ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും താങ്കളുടെ ആഗ്രഹം സാധിക്കട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. കസവടയ്ക്ക് തീർച്ചയായിട്ടും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്, അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ഇനിയും കൂടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.